ഇറാനുമേൽ അസഭ്യവർഷവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ബുധനാഴ്ച പുലർച്ചെ മുതൽ ഇറാനെ നരകതുല്യമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇന്നോ നാളെയോ ഇറാൻ വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ് 48 മണിക്കൂർ സമയപരിധി നീട്ടി നൽകിയതെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണം തുടർന്നാൽ ഹോർമുസിനപ്പുറത്തേക്കും കപ്പൽപാത പ്രതിസന്ധിയിലാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെയും യുഎസിന്റെയും മുൻപാകെ 45 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ. നാസർ വിവരങ്ങൾ നൽകും. നാസർ, ട്രംപിന്റെ ഭീഷണി അത് വലിയ രീതിയിൽ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇറാൻ വഴങ്ങുന്ന ലക്ഷണവുമില്ല. ചില മധ്യസ്ഥ ശ്രമങ്ങളടക്കം ഈ ഘട്ടത്തിൽ നടക്കുന്നതിന്റെ ഒരു പ്രതീക്ഷ എത്രത്തോളമുണ്ട്? ജിൽസി, വലിയ തിരക്കിട്ട ചില നീക്കങ്ങളാണ് ഈ അവസാന ഘട്ടത്തിൽ നടക്കുന്നത്. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി ഈ 3 രാജ്യങ്ങളാണ് മധ്യസ്ഥ നീക്കവുമായി രംഗത്തുള്ളത്. ഇന്ത്യ സ്വഭാവത്തിലുള്ള നിർദ്ദേശമാണ് തൽക്കാലം ഈ 3 രാജ്യങ്ങളും ചേർന്ന് അമേരിക്കക്കും ഇറാനും മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുപ്രകാരം ഒരു 45 ദിവസത്തേക്കുള്ള വെടിനിർത്തലാണ് ആദ്യഘട്ടം. തുടർന്ന് 15ഓ 20ഓ ദിവസത്തിനുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട ഉപാധികൾ തീരുമാനിച്ച് അതിലേക്ക് നീങ്ങുക എന്നതാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ സമർപ്പിച്ചതെന്ന റിപ്പോർട്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം 2 രാജ്യങ്ങളും ഇപ്പോൾ നൽകിയിട്ടില്ല. പക്ഷേ അടുത്ത 2 ദിവസങ്ങൾ, ഇന്നും നാളെയും വളരെ നിർണായകമായിരിക്കും. കാരണം നാളെ രാത്രിയോടുകൂടി താൻ നൽകിയ സമയപരിധി അവസാനിക്കും. ബുധനാഴ്ച വെളുപ്പിന് മുതൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ പാലങ്ങൾ പൂർണ്ണമായിട്ട് തകർക്കും. അതോടൊപ്പം തന്നെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, തികച്ചും സഭ്യതയ്ക്ക് നിരക്കാത്ത വിധത്തിലുള്ള പരാമർശങ്ങൾ ഒരു രാഷ്ട്ര നേതാവിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വളരെ പരിഹാസ്യമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇറാൻ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അതിശക്തമായിട്ടുള്ള തിരിച്ചടിയുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ നൽകുന്നത്. അതുമാത്രമല്ല, ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആക്രമണം വരികയാണെങ്കിൽ മേഖലയിലെ പല രാജ്യങ്ങളിലേക്കും സമാനമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. അത് ഈ മേഖലയിലെ രാഷ്ട്രങ്ങളിലും വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ് ലോകരാജ്യങ്ങളൊക്കെയും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നാളെ രാത്രിക്കകം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലെത്തുകയോ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കുകയോ വേണമെന്ന ആ ഒരു തിട്ടൂരം അത് എത്ര കണ്ട് ഇറാൻ അംഗീകരിക്കും, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏത് സ്വഭാവത്തിൽ മുന്നോട്ട് പോകുമെന്നത് മേഖലയുടെ രാഷ്ട്രീയത്തെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ്. ജിൽസി.